അടുത്തതായിട്ട് നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് പറയാൻ പോകുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കാണാം അത് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. ആ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൻ്റെ ലെങ്ത്തും ആ സൈഡിലേക്ക് തന്നെയുള്ള ആൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്തും. എന്തൊക്കെയാണ് വേണ്ടത്? ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൻ്റെ ലെങ്ത്തും ആ സൈഡിലേക്ക് തന്നെയുള്ള ആൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്തും. ഈ രണ്ട് കാര്യങ്ങളും അറിയാമെങ്കിൽ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും അറിയാമെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു പിക്ചർ വരയ്ക്കുന്നു. നോക്കൂ, ഇതാണ് ഞാൻ വരച്ചിരിക്കുന്ന പിക്ചർ. ഇവിടെ ABC എന്നത് ഒരു ട്രയാങ്കിളാണ്. അതിൽ BC എന്ന സൈഡിൻ്റെ ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണ്. BCയുടെ ലെങ്ത്ത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. BCയിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡാണ് AD. BC എന്ന സൈഡിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡാണ് ഇത് AD. AD എന്ന ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ABC എന്ന ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ എങ്ങനെ കാണാം എന്ന് നോക്കാം. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ആ ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ ലെങ്ത്തും ആ സൈഡിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്തും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്താണ് ചെയ്യേണ്ടത്? ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ ലെങ്ത്തും ആ സൈഡിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്തും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടും. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ് ചെയ്യേണ്ടത്? ആദ്യം സൈഡിൻ്റെ ലെങ്ത്തും ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്തും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? സോ നമുക്ക് സൈഡ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് എന്ന് എഴുതാം. സൈഡ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്. സൈഡ് എന്ന് പറഞ്ഞാൽ സൈഡിൻ്റെ ലെങ്ത്താണ്, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്തും ആണ്. ക്ലിയർ ആണല്ലോ? സോ സൈഡ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ എന്താണ്? സൈഡും ഓൾട്ടിറ്റ്യൂഡും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം അല്ലേ? എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ക്ലിയർ? സോ ട്രയാങ്കിളിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? സൈഡ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ 2. സൈഡിൻ്റെ ലെങ്ത്തും ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്തും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെയാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കാണുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ഏരിയ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. ഏരിയ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ബൈ 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ് വരിക? ഇവിടെ സൈഡ് ലെങ്ത് എത്രയാണ്? BC എന്ന സൈഡിൻ്റെ ലെങ്ത്താണ് തന്നിരിക്കുന്നത്. BCയുടെ സൈഡ് ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണ്. സോ ഇവിടെ ഇക്വേഷനിലെ സൈഡിന് പകരം നമുക്ക് 10 എന്ന് എഴുതാം. 10 ഇൻറ്റു എന്താണ് വരിക? ഓൾട്ടിറ്റ്യൂഡാണ് അല്ലേ? ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത് എത്രയാണ്? BC എന്ന സൈഡിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡാണ് AD. ADയുടെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഓൾട്ടിറ്റ്യൂഡിന് പകരം നമുക്ക് 8 എന്ന് എഴുതാം. 8 ബൈ എത്രയാണ്? ബൈ 2 ആണ് അല്ലേ? 2 ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 8. 10 ഇൻറ്റു 8 എത്രയാണ്? 10 ഇൻറ്റു 8 80 ആണ് അല്ലേ? 80 ബൈ 2 ഈസ് ഈക്വൽ ടു 80യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയാണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയാൽ ആൻസർ കിട്ടുക 40 ആയിരിക്കും. 40. 80 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 80 ബൈ 2 ഈസ് ഈക്വൽ ടു 40. ഇനി 40 എന്ന് മാത്രം എഴുതിയാൽ മതിയോ? പോരാ, ഏരിയയുടെ യൂണിറ്റ് കൂടെ എഴുതണം. ഇവിടെ സൈഡിൻ്റെ ലെങ്ത്ത് തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ് അല്ലേ? സോ ഏരിയയുടെ യൂണിറ്റ് എന്തായിരിക്കും? 40 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നുള്ളതായിരിക്കും യൂണിറ്റ്. സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 40 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ.
ABC എന്ന ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? 40 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പിടികിട്ടിയല്ലോ. ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൻ്റെ ലെങ്ത്തും ആ സൈഡിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്തും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെയാണ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ PQR എന്നൊരു ട്രയാങ്കിളുണ്ട്. അതിൽ QR എന്ന സൈഡിൻ്റെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആണ്. QR എന്ന സൈഡിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡാണ് PS. PS എന്ന ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ PQR എന്ന ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. PQR എന്ന ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ QR എന്ന സൈഡിൻ്റെ ലെങ്ത്തും ആ സൈഡിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡായ PSൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ട് അല്ലേ? അത് വെച്ച് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ് വരിക? ഏരിയ ഈസ് ഈക്വൽ ടു നമുക്കറിയാം, ഏരിയ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ബൈ 2 ആണ്. ഇവിടെ സൈഡിൻ്റെ ലെങ്ത്ത് എത്രയാണ്? QR എന്നുള്ളതാണ് സൈഡ്. QRൻ്റെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, സോ നമുക്ക് സൈഡിന് പകരം 8 എന്ന് എഴുതാം. 8 ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡാണ് അല്ലേ? ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്ത് എത്രയാണ്? PS ആണ് ഇവിടെ ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ ആണ്. 6 സെൻറ്റിമീറ്റർ. സോ നമുക്ക് ഓൾട്ടിറ്റ്യൂഡിന് പകരം 6 എന്ന് എഴുതാം. 6 ബൈ എത്രയാണ്? 2. ക്ലിയർ ആണല്ലോ? ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 6. 8 ഇൻറ്റു 6 എത്രയാണ്? 8 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു 48 ആണ്. 48 ബൈ എത്ര? 2. 48 ബൈ 2 ഈസ് ഈക്വൽ ടു 48നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയാണ്? 48നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ കിട്ടുക 24 ആണ്. 24. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. ആൻസർ വരിക 24 ആണ്. ഇനി 24 എന്ന് മാത്രം എഴുതിയാൽ പോരാ, ഏരിയയുടെ യൂണിറ്റ് കൂടെ എഴുതണം. ഇവിടെ സൈഡിൻ്റെ ലെങ്ത്ത് തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. സോ ഏരിയയുടെ യൂണിറ്റ് വരിക സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. സ്ക്വയർ സെൻറ്റിമീറ്റർ. ക്ലിയർ? അപ്പോൾ 24 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. PQR എന്ന ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? 24 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലായല്ലോ? ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകാം.